തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കിയെന്ന ആരോപണവുമായി കാസർകോട്ടെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാൻ ഏൽപ്പിച്ച പണം ചില മണ്ഡലം പ്രസിഡന്റുമാർ മുക്കി എന്നാണ് ആരോപണം. പണം തട്ടിയെടുത്തവരെ അറിയാമെന്നും ആരെയും വെറുതെ വിടില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ചില ആളുകൾ ഫോണിൽ സൂചിപ്പിക്കാൻ വേണ്ടി MP വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ചില വിദ്വാന്മാരും വിദ്വകളും അതൊക്കെ ഇരിക്കട്ടെ. പിന്നെ കുറെ വിദ്വാന്മാര് തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ കൊടുത്ത പൈസ ബൂത്തിന് കൊടുക്കാതെ അത് തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. ആ മണ്ഡലം ബസ്സുമാരെയൊക്കെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. DC ബസ്സിനും അറിയാം. മണ്ഡലം ബസ്സിന് ആവശ്യമുള്ള പൈസ കൊടുത്തിട്ടുണ്ട്, ബ്ലോക്ക് ബസ്സിന് ആവശ്യമുള്ള കൊടുത്തു, UDFന് ആവശ്യമുള്ള കൊടുത്തു. ബൂത്തിൽ കൊടുക്കാൻ കൊടുത്ത പൈസ ബൂത്തിനുള്ള പൈസ, അതൊന്നും എടുത്തു മാറ്റാനൊന്നും ആരെയും നമ്മൾ സമ്മതിക്കത്തില്ല. ആ സംഭവിച്ച ആളുകളെല്ലാം നമുക്കറിയാം. അപ്പൊ നമ്മള് കൊടുക്കേണ്ട പൈസ ബൂത്തിൽ കൊടുക്കേണ്ട, ബൂത്തിൽ മണ്ഡലത്തിൽ കൊടുക്കേണ്ട, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഡിലീറ്റ് ചെയ്ത് മനസ്സിലായോ? അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. അരുൺ, എന്താണ് ഇങ്ങനെ അദ്ദേഹം പറയാൻ ഒരു കാരണമുണ്ടായത്? ഒന്നാമത്തെ, പൊതുവേ നമുക്കറിയാം UDFന് പൊതുവെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉൾപ്പെടെ പൈസയില്ല, ഫണ്ടില്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ആ സമയത്താണ് ഇങ്ങനെ പണം മുക്കി, ആവശ്യത്തിനുള്ള പണം ബൂത്ത് കമ്മിറ്റികൾക്ക് കൊടുക്കാനുള്ള പണം മുക്കി എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സ്മിത, കഴിഞ്ഞ ദിവസം കാസർഗോഡ് DCCയിൽ ചേർന്ന മുൻ DCC പ്രസിഡന്റിന്റെ അനുസ്മരണ ചടങ്ങിലാണ് ഈ ഒരു പരാമർശം രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ ഭാഗത്തു നിന്നുണ്ടായത്. UDF കൺവീനർ MM ഹസൻ ഉൾപ്പെടെ ഇരിക്കുന്ന വേദിയിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ ഒരു പരാമർശം, വിമർശനം MPയിൽ നിന്ന് ഉയർന്നു വന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പിന് വ്യാപകമായി ഫണ്ട് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകിയിരുന്നു. ഇത് മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ തടഞ്ഞു വെച്ചു. അത് മുക്കി ഈ ബൂത്ത് കമ്മിറ്റിക്ക്, അതായത് കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റിക്ക് നൽകേണ്ട പണം പോലും നൽകാൻ മണ്ഡലം പ്രസിഡന്റുമാർ തയ്യാറായില്ല എന്നുള്ള തരത്തിലായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിമർശനം. ഇങ്ങനെ പണം തട്ടിയെടുത്ത ആളുകളെ ഒരു കാരണവശാലും വെറുതെ വിടില്ല, അവരെ എല്ലാം തന്നെ തനിക്ക് അറിയാമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നുണ്ട്. മണ്ഡലം പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരുമാണ് ഈ പണം തട്ടിയെടുത്തതിന് പിന്നിലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു വിമർശനം ഉന്നയിച്ചു. UDF കൺവീനർ അടക്കം ഇരിക്കുന്ന വേദിയിൽ വെച്ചായിരുന്നു ഇങ്ങനെ ഒരു പരാമർശം എന്നുള്ളത് ശ്രദ്ധേയമാണ്. മാത്രമല്ല, കാസർഗോഡ് ജില്ലയിൽ UDFനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറികൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. കാരണം ഈ KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരയും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിലുള്ള തർക്കം രൂക്ഷമായി വരികയാണ്. അതിനൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെ ചില കോൺഗ്രസ് നേതാക്കൾ ജില്ലയിൽ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊരു വിമർശനവും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട പുതിയ വിവാദത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. സ്മിത, ശരി, പണം തട്ടിയെടുത്തവരെ തനിക്ക് അറിയാമെന്നും ആരെയും വെറുതെ വിടില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ പറയുകയും ചെയ്തു. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.